ഭാഗ്യം കൊണ്ടാ കണ്ണേട്ടൻ രക്ഷപ്പെട്ടത്. പക്ഷേ ഏത് സമയത്തും ഏത് പാതിരാത്രിയിലും ഞങ്ങളുടെ സഹായത്തിന് ഓടിയെത്തുന്നവനാ മാർക്കോ. അവൻ എനിക്കെന്റെ ആങ്ങളെ പോലെയാ. അതുകൊണ്ട് അവൻ ഒരാപത്തും വരാൻ പാടില്ലല്ലേക്കേ. കൃത്യസമയത്ത് തന്നെ കണ്ണേട്ടൻ മാർക്കോയെ ഹോസ്പിറ്റലിൽ എത്തിച്ചല്ലോ. അതുകൊണ്ട് ഇനി പേടിക്കാനൊന്നുമില്ല എടുത്തി. പിന്നെ എന്തിനാ കണ്ണേട്ടൻ പതിവില്ലാതെ അമ്പലത്തിൽ വന്നത്? അവിടെ ശയനപ്രദക്ഷിണം നടത്തിയത് എന്തിനാ? കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടോ മഞ്ജു? പരിക്ക് പറ്റിക്കിടക്കുന്ന മാർക്കോയെ കാണാൻ പറ്റാത്തോണ്ടാ ഞാൻ അങ്ങോട്ട് പോവാതിരുന്നത്. കണ്ണേട്ടൻ മേഘനെ കാണാൻ തോമസ് സാറിന്റെ വീട്ടിലേക്ക് പോയതിൽ തെറ്റില്ല. പക്ഷേ അവൻ പുറത്തേക്ക് പോവാൻ വിളിച്ചപ്പോ ഡ്രൈവറെ ഒഴിവാക്കിയിട്ട് കണ്ണേട്ടൻ അവനൊപ്പം പോയത് ഒട്ടും ശരിയായില്ല. ഇതൊക്കെ ആരോട് പറയാനല്ലേഖേ? സൂക്ഷിക്കണമെന്ന് ഞാൻ ഏത് നേരവും പറഞ്ഞുകൊണ്ടിരുന്നതാ. എന്നിട്ടിപ്പോ എന്റെ വാക്കിന് ഒരു വിലയും തന്നില്ല. കണ്ണേട്ടനാ. ഹലോ കണ്ണേട്ടാ. ഡോക്ടർ ഇപ്പൊ പുറത്തേക്ക് വന്നിരുന്നു. മാർക്കോയ്ക്ക് ഒരു കുഴപ്പമില്ല. ഡോക്ടറെ പോലും ഞെട്ടിച്ചുകൊണ്ട് മാർക്കോ റിക്കവർ ആയെന്നാ പറഞ്ഞത്. എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി എന്തിനാ കണ്ണേട്ട ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇനിയെങ്കിലും നടന്നത് എന്താന്ന് പറ. നടന്നെന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ മഹി. ഇവിടെ കൊണ്ടുവരുമ്പോ മാർക്കോയ്ക്ക് കുറച്ച് സീരിയസ് ആയിരുന്നു. എന്നാ ഇപ്പൊ താൻ മഞ്ജുവിനെ ലേഖയും കൂട്ടി വരുന്നെങ്കിൽ വന്നോ. ഇവിടെ വന്ന് മാർക്കോയെ കാണുമ്പോ തനിക്ക് കാര്യം മനസ്സിലാവുമല്ലോ. അവനൊരു കുഴപ്പമില്ല. ഡോക്ടറെ പോലെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്നാ ഡോക്ടർ ഇപ്പൊ എന്നോട് പറഞ്ഞത്. ഞാനും താനൊക്കെ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളുടെ ശക്തി അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. നമ്മള് കൃത്യസമയത്ത് തന്നെയാ ആ ശക്തിയുള്ള അമ്പലത്തിലേക്ക് ഒരുമിച്ചെത്തിയത്. ഭഗവാൻ നമ്മുടെ വിളി കേട്ടു എന്ന് വേണം കരുതാൻ. കണ്ണേട്ടൻ പറഞ്ഞത് ഞാൻ വിശ്വസിക്കാം. എന്നാലും മുറിവേറ്റ് കിടക്കുന്ന മാർക്കോയെ കാണാൻ എനിക്ക് വയ്യ കണ്ണേട്ടാ. പിന്നെ തനിക്കൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. മാർക്കോയെ കാറടിച്ച് വീഴ്ത്തിയവനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റേതോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടെ എടുക്കാത്തോണ്ടാ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. മേഘനും വളരെ സീരിയസ് ആക്കി. ഞാനിടയ്ക്ക് തന്നെ വിളിച്ചോളാം. മാർക്കോ റിക്കവറായെന്നാ കണ്ണേട്ടൻ പറയുന്നത്. അതെത്രത്തോളം സത്യമാണെന്നറിയില്ല. അതിനൊപ്പം മറ്റവനെ അങ്ങോട്ട് കൊണ്ടുവന്നെന്ന് പറഞ്ഞു, മേഘനെ. അവൻ ചത്തോ എടുത്തി? ഇല്ല, സീരിയസ് ആണെന്നാ പറഞ്ഞത്. മാർക്കോയുടെ കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് അങ്ങോട്ടേക്ക് പോവാം മഹി. പിന്നെ മുറിവേറ്റ് കിടക്കുന്ന മാർക്കോയെ കാണണ്ടെന്ന് മഹി വാശി പിടിച്ചതുകൊണ്ടാ അപ്പോഴത് വേണ്ടാന്ന് വെച്ചത്. സാഗരേട്ടൻ പറഞ്ഞെനിക്കറിയാം. നല്ല ഉറപ്പുള്ള ശരീരവും മാർക്കോയുടെ ഒരുക്ക പോലെയാന്ന്. അതുകൊണ്ട് ആ ശരീരം പെട്ടെന്ന് സെറ്റാവും ചേച്ചി. അല്ലെങ്കിലും മാർക്കോയെ പോലുള്ളവരെ ദൈവം അധികം വേദനിപ്പിക്കില്ല. ഇന്നത്തെ കാലത്ത് അതുപോലുള്ള ചെറുപ്പക്കാർ കുറവാ. മാർക്കോയുടെ നില കുറച്ചുകൂടെ മെച്ചപ്പെടട്ടെ, എന്നിട്ട് നമുക്ക് മാർക്കോയുടെ അടുത്തേക്ക് പോവാം. സാറേ, അവന്റെ തലയിൽ പാറക്കല്ലെടുത്തിട്ടപ്പോ ഒന്നുകൂടെ എടുത്തിടേണ്ടതായിരുന്നു. ആ സമയത്ത് മരണം ഉറപ്പിക്കണമായിരുന്നു സാറേ. അതിനുള്ള സാവകാശം ഇല്ലല്ലോ. മാർക്കോയെ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കണം. അതുമാത്രമായിരുന്നു ആ സമയത്ത് എന്റെ ചിന്ത. എന്തായാലും നമ്മുടെ പ്രാർത്ഥനയ്ക്കൊക്കെ ശക്തിയുണ്ടെന്ന് മനസ്സിലായി. ആ അയ്യപ്പ ക്ഷേത്രത്തിൽ പോയി ശയനപ്രദക്ഷിണം നടത്തിയത് വെറുതെ ആയില്ല.
അതുപോലെ തന്നെ മഹിയും മഞ്ജു ഒക്കെ അവിടേക്ക് വന്നത് മാർക്കോയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനാ. എല്ലാവരുടെയും വിളി ഭഗവാൻ കേട്ടു. അല്ലെങ്കിലും അയ്യപ്പസ്വാമിയും ഞാനും തമ്മിൽ ഒരു കണക്ഷനുണ്ട്. സ്വാമി കയ്യിലിരിക്കുമ്പോഴാ എനിക്ക് വലിയൊരു ആക്സിഡന്റ് ഉണ്ടായത്. എന്റെ അച്ഛൻ പോയതും ആ ആക്സിഡന്റില്ല. എങ്കിലും പിന്നീട് അതിനുള്ള പരിഹാരവും സ്വാമി തന്നെ കണ്ടെത്തി.